സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സിദ്ധാർത്ഥൻ സാറിനെ എല്ലാവരും സംശയിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബലരാമൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിന് എല്ലാവരും ആ ഫംഗ്ഷൻ പങ്കെടുക്കാനായിട്ട് പോകുന്നുണ്ട്. നന്ദനും ദേവികയും സിദ്ധുവും KDF പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുക്കാൻ പ്രഭാവതിയും പോകാൻ തീരുമാനിച്ച് റെഡിയായി നിൽക്കുമായിരുന്നു. ഗിരീഷും രജനിയും പാർട്ടി പ്രവർത്തകരും ഭാർഗവിയൊക്കെ പ്രഭാവതിയെ കാത്തു നിൽക്കുന്ന സമയത്ത് നോമിനേഷൻ കൊടുക്കേണ്ട ടൈം കഴിഞ്ഞിട്ടും പ്രഭാവതി എത്തുന്നില്ല. അതിനെ തുടർന്ന് നന്ദനെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുവെങ്കിലും അവരൊന്നും വലിയ സീരിയസ് ആയിട്ട് ഈ വിഷയം ഉൾക്കൊള്ളുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം കൃത്യസമയത്ത് എത്തിക്കോളും. അമ്മയ്ക്ക് മറ്റെന്തിനേക്കാളും പ്രധാനമല്ല ഈ നോമിനേഷൻ കൊടുക്കുക എന്നത്. അതുകൊണ്ട് ബലരാമൻ അങ്കിളിൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിൻ്റെ പാർട്ടിയിൽ വന്നില്ലെങ്കിൽ പോലും നോമിനേഷൻ കൊടുക്കാൻ കറക്റ്റ് ടൈമിന് എത്തിക്കോളും എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. പക്ഷേ വീട്ടിലെത്തിയിട്ടും പ്രഭാവതിയെക്കുറിച്ച് യാതൊരു അറിവുമില്ല. നോമിനേഷൻ കൊടുക്കാനും വന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സംഭവത്തിൻ്റെ ഗൗരവം എല്ലാവരും ഉൾക്കൊള്ളുന്നത്. അതിനെ തുടർന്ന് അന്വേഷണമൊക്കെ തുടങ്ങുന്നുവെങ്കിലും കണ്ടെത്താനായില്ല. ഭാർഗവിയാണെങ്കിൽ അരുന്ധതിയുടെ വീട് മൊത്തം കയറി പരിശോധിക്കുന്നു. പ്രഭാവതി അവിടെ കാണും, അരുന്ധതി തട്ടിക്കൊണ്ടു പോയതായിരിക്കും എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. ഒടുക്കം അരുന്ധതിക്ക് നിവർത്തി കെട്ട് തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. ഞാനല്ല പ്രഭാവതി തട്ടിക്കൊണ്ടുപോയത്, ഞങ്ങൾ തമ്മിൽ വാക്പോരും തർക്കവും ഉണ്ട്, ഈ ഇലക്ഷൻ തന്നെ ഞങ്ങൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതി പ്രഭാവതിയെ കാണാതായതിൻ്റെ പിന്നിൽ ഞാനല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിടുന്നു. അതേസമയം രാത്രിയാണെങ്കിൽ നമ്മുടെ ഗൗരി പോലും ഭാർഗവിയോട് ചോദിക്കുന്നു, വിജയത്തിന് വേണ്ടിയിട്ട് ദേവികയുടെ ഇമേജ് കുറച്ച് കാണിക്കാനായി പ്രഭാവതി ആൻറ്റി മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടിയാണോ ഇത്? അത് കേട്ട് ഭാർഗവിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. മുരളിയുടെ പെണ്ണായിപ്പോയി, അല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് വെച്ചേക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്ന സമയത്ത് അമ്മ ചുമ്മാ ചൂടാവണ്ട, ആൻറ്റിയുടെ സ്വഭാവം വെച്ച് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയുന്നു. അതേസമയം പ്രഭാവതിയെ കാണാതായതിൻ്റെ ദേഷ്യം രജനി ദേവികയോടും സിദ്ധുവിനോടും തീർക്കുന്നുണ്ട്. വിജയത്തിന് വേണ്ടിയിട്ട് അമ്മ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളോടൊപ്പം നമ്മൾ താമസിക്കുന്നത്, അപ്പോൾ ആരെന്ത് ചെയ്തെന്ന് പറയാൻ പറ്റില്ല എന്ന് ഡബിൾ മീനിങ് പറയുമ്പോൾ ഗിരീഷ് ആണെങ്കിൽ രജനിയെ സംസാരിക്കുന്നതിൽ നിന്നും വിലക്കി കൂട്ടിക്കൊണ്ടു പോകുന്നു. അതേസമയം രാഘവേട്ടനും പാർട്ടി നേതാക്കന്മാരും സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് ഇരമ്പി കയറുന്നുണ്ട്. പ്രഭാവതിയെ തിരക്കി അവരെല്ലാവരും വിശ്വസിക്കുന്നത് സിദ്ധു അറിഞ്ഞുള്ള കളി തന്നെയാണിതെന്ന. പ്രഭാവതിയെ എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് അവരെ പുറത്തിറക്കുന്നതാണ് നല്ലത്. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പിട്ട് സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടു പോകുന്നത് മര്യാദ കെട്ട രീതിയാണെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സിദ്ധുവിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പം നന്ദനും പറയുന്നുണ്ട്, ചുമ്മാ പ്രശ്നം ഉണ്ടാക്കരുത്, ഞങ്ങളൊന്നും അറിഞ്ഞ കാര്യമല്ല. ഗിരീഷ് ആണെങ്കിൽ തടയാൻ നോക്കുമ്പം ഗിരീഷിനോട് അവർ പറയുന്നുണ്ട്, താൻ പ്രത്യേകിച്ച് സംസാരിക്കുകയൊന്നും വേണ്ട, തൻ്റെ കുടുംബകാര്യം ആയതുകൊണ്ട് പെട്ടു നിൽക്കുവാണെന്ന് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി, അതുകൊണ്ട് തൻ്റെ അഭിപ്രായം ഇവിടെ കേൾക്കണ്ടെന്ന്. അങ്ങനെ ആകെ പ്രശ്നമായി നിൽക്കുന്ന സമയത്ത് തന്നെ പോലീസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് സിദ്ധുവിനെയും പ്രഭാവതിയെയും ശിവക്ഷേത്രത്തിനടുത്ത് വെച്ച് സംസാരിക്കുന്നത് ആളുകൾ കണ്ടുവെന്നും പ്രഭാവതി മേഡത്തിൻ്റെ എന്തോ ഒരു വസ്തു അവിടെ വെച്ച് കിട്ടിയിട്ടുണ്ടെന്നും ആ പേര് നമ്മുടെ സിദ്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അതേസമയം ത്യാഗരാജനാണെങ്കിൽ ഈ വിവരം അരുന്ധതിയെയും ചന്ദ്രമതിയെ അറിയിക്കുന്നുണ്ട്. നമ്മൾ തെറ്റിദ്ധരിച്ചതുപോലെ പ്രഭാവതി മേഡത്തെ കാണാതായതിൻ്റെ പിന്നിൽ സിദ്ധാർത്ഥൻ സാറ് തന്നെയാണ്. സാറിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ദേവികയുടെ വിജയത്തിന് വേണ്ടി മേഡം ഇറക്കിയ ക്യാഷും എഫേർട്ടും എല്ലാം വെറുതെ ആകുമെന്ന് തോന്നുന്നേ. താൻ പറയുന്നതൊക്കെ സത്യമാണോ? വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ മേഡം, അല്ലെങ്കിൽ CP വിളിച്ച് ചോദിച്ചാൽ മതി. അങ്ങനെ അരുന്ധതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ. അതേസമയം ചന്ദ്രമതിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല സിദ്ധു പ്രഭാവതിയോട് ഇങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം. സിദ്ധാർത്ഥനെ എല്ലാവരും സംശയിച്ച് നിൽക്കുവാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആ സാഹചര്യത്തിൽ സിദ്ധുവിനെ എല്ലാവരും പ്രതി ചേർക്കുന്നു. ഒടുക്കമായിരിക്കും സത്യങ്ങൾ അറിയുന്നത്. ഋഷിയാണ് പ്രഭാവതി മേഡത്തെ തട്ടിക്കൊണ്ടു പോയതെന്നും എന്തുകൊണ്ടാണ് തട്ടിക്കൊണ്ടു പോകാൻ കാരണമെന്നൊക്കെ പിന്നീട് ജനങ്ങളും വീട്ടുകാരും നാട്ടുകാരും എല്ലാം അറിയുന്ന ആ ഒരു നിമിഷത്തിലേക്കായിരിക്കും കഥ പോകാൻ പോകുന്നത്. ഋഷിയുടെ ജീവൻ അപായപ്പെടുത്താൻ ശ്രമിച്ചത് പ്രഭാവതിയാണെന്നും അതിനെ തുടർന്ന് വർഷങ്ങളായി കിടപ്പ് രോഗിയായിരുന്നു എന്നും ഇപ്പോഴാണ് റിക്കവറി ആയി വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളും പാർട്ടിക്കാരും അറിയുമ്പം എന്തായി തീരുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും പ്രഭാവതി മറച്ചു വച്ചിരിക്കുന്ന സത്യങ്ങൾ പുറത്തു വരാൻ സമയമായിരിക്കുന്നു. അതിന് ഋഷി തന്നെയാണ് നിമിത്തമാകുന്നത്. ഋഷിയായിരിക്കും മിക്കവാറും പ്രഭാവതിയെ തട്ടിക്കൊണ്ടു പോയതും ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നതും. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ മരുമകൾ എന്ന നിലയ്ക്ക് ദേവിക മത്സരിക്കുകയും അവളെ വിജയിപ്പിക്കാൻ വേണ്ടി സിദ്ധാർത്ഥൻ കൂട്ടുനിൽക്കുകയും എന്നാൽ ഭാര്യ മറ്റൊരു പാർട്ടിയിൽ മത്സരിക്കുന്നു.
അതും ഒരേ നിയോജക മണ്ഡലത്തിൽ 2 സ്ഥാനാർത്ഥികൾ എന്നോണം മത്സരിക്കുന്നു എന്നുള്ള സാഹചര്യം ആയതുകൊണ്ടാണ് എല്ലാവരും പ്രഥമ ദൃഷ്ട്യാൽ സിദ്ധുവിനെ സംശയിക്കുന്നത്. മീര, ബലരാമൻ, തനൂജ എന്നീ വിഷയങ്ങളിൽ സിദ്ധുവിനെ സംശയിച്ചതുപോലെ ഒന്നും അറിയാത്ത ഈ കാര്യത്തിനും സിദ്ധുവിനെയാണ് എല്ലാവരും സംശയിക്കുന്നത്.